നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം. പ്രായാധിക്യവും അസുഖവും മൂലം ജോലി ചെയ്യാൻ കഴിയാത്ത നാട്ടാനകൾ ഉപേക്ഷിക്കപ്പെടുന്നത് തടയാൻ വേണ്ടി തിരുവനന്തപുരത്ത് ഒരു നാട്ടാന പുനരധിവാസ കേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ട്. അത് തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരാണ്. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ എന്ന സ്ഥലത്താണ് പ്രായാധിക്യവും അസുഖവും മൂലം ജോലി ചെയ്യാൻ കഴിയാത്ത നാട്ടാനകൾ ഉപേക്ഷിക്കപ്പെടുന്നത് തടയാൻ വേണ്ടി നാട്ടാന പുനരധിവാസ കേന്ദ്രം ആരംഭിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച പട്ടണം തിരുവനന്തപുരമാണ്. 1933 തിരുവനന്തപുരം പട്ടണം വൈദ്യുതീകരിച്ചത്. കേരളത്തിലെ ആദ്യമായി വൈദ്യുതീകരിച്ച പട്ടണം തിരുവനന്തപുരം 1933. കേരളത്തിലെ ആദ്യ ലൈബ്രറിയാണ് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി. കേരളത്തിലെ ആദ്യ ലൈബ്രറി തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയാണ്. സ്ഥാപിതമായത് 1829. കേരളത്തിലെ ആദ്യ ലൈബ്രറി 1829 സ്ഥാപിതമായ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയാണ്. പഴയ കാലത്ത് രാജേന്ദ്ര ചോളപട്ടണം എന്നറിയപ്പെട്ടിരുന്നത് വിഴിഞ്ഞത്തെയാണ്. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞമാണ് പഴയ കാലത്ത് രാജേന്ദ്ര ചോളപട്ടണം എന്നറിയപ്പെട്ടിരുന്നത്. തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംരംഭം വിഴിഞ്ഞത്താണ്. തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ സംരംഭം സ്ഥാപിതമായത് വിഴിഞ്ഞത്താണ്. കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജും സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അത് സ്ഥാപിതമായത് 1951. കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ നെട്ടുകാൽത്തേരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ ജയിൽ സ്ഥാപിതമായത്, അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽത്തേരിയാണ്. മറക്കരുത്, തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽത്തേരിയാണ് കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ ജയിൽ സ്ഥാപിതമായത്. കേരളത്തിലെ ആദ്യ ഹൈടെക് ഹരിതഗ്രാമമാണ് തിരുവനന്തപുരം ജില്ലയിലെ മാണിക്കൽ. കേരളത്തിലെ ആദ്യ ഹൈടെക് ഹരിതഗ്രാമം തിരുവനന്തപുരം ജില്ലയിലെ മാണിക്കൽ. കേരളത്തിലെ ആദ്യ ഹൈടെക് ഹരിതഗ്രാമം തിരുവനന്തപുരം ജില്ലയിലെ മാണിക്കലാണ്. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്താണ് വെങ്ങാനൂര്. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂരാണ്, തിരുവനന്തപുരം ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യ ആനിമേഷൻ പാർക്ക് കിംഫ്ര ആനിമേഷൻ പാർക്കാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആനിമേഷൻ പാർക്കാണ് കിംഫ്ര ആനിമേഷൻ പാർക്ക്. സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യ സായാഹ്ന കോടതി സ്ഥാപിതമായത് തിരുവനന്തപുരത്ത് തന്നെയാണ്. കേരളത്തിലെ ആദ്യ സായാഹ്ന കോടതിയും സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിലെ പട്ടം എന്ന സ്ഥലത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ പട്ടം എന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത്. തിരുവനന്തപുരം ജില്ലയിലെ പട്ടം എന്ന സ്ഥലത്താണ് സൈബർ പോലീസ് സ്റ്റേഷൻ, കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത്. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നതും തിരുവനന്തപുരത്താണ്. വർക്കല കടപ്പുറത്തിന്റെ മറ്റൊരു പേരാണ് പാപനാശം. പ്രശസ്തമായ വർക്കല കടപ്പുറത്തിന്റെ മറ്റൊരു പേരാണ് പാപനാശം.